everyone, welcome back to my YouTube channel. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അറൌണ്ട് 90% ഓഫ് ദ പീപ്പിൾ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ഹെയർ ഫോൾ അല്ലെങ്കിൽ ഹെയർ ലോസ്. നമ്മൾ എവിടെ നോക്കിയാലും കേൾക്കാവുന്നത് എൻ്റെ മുടി ഭയങ്കരമായിട്ട് ഊരിപ്പോകുന്നു, മുടിയുടെ ടെക്സ്ചർ മാറി, കളർ മാറി, തിക്നെസ് കുറയുന്നു, അങ്ങനെ പല പല മുടി റിലേറ്റഡ് ഇഷ്യൂസ് ആണ്. അപ്പം എനിക്കും ഒരു 2 years ബാക്ക് ഇങ്ങനത്തെ ഒരു മേജർ ഇഷ്യൂ എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ച് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ എന്തൊക്കെയാണ് പഠിച്ചത്, നമ്മൾ എന്തൊക്കെയാണ് ഇതിനു വേണ്ടി ചെയ്യേണ്ടത്, എന്തൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ആക്ച്വൽ പ്രോബ്ലം എന്താ ഡിറ്റക്ട് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചുള്ള ഒരു കുഞ്ഞു വീഡിയോ ആയിരിക്കും ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല, ആദ്യം തന്നെ എൻ്റെ ഇഷ്യൂവിനെ കുറിച്ച് പറയാം. ആക്ച്വലി എൻ്റെ ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് വെച്ചാൽ കൊറോണ ടൈമിൽ നമുക്ക് പുറത്തൊന്നും പോകാൻ പറ്റാത്ത സമയത്ത് നമ്മൾ കംപ്ലീറ്റ്ലി ഹോം ബൗണ്ട് ആയിരുന്നു, ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആ സമയത്തായിരുന്നു ആക്ച്വലി എൻ്റെ ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ അത് ഡിറ്റക്ട് ചെയ്യാൻ ഒരു 1.5 years എടുത്തു എന്ന് മാത്രമാണ്. 2 years ബാക്ക് എനിക്ക് നല്ല ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. ഈ ഹെയർ ഫോൾ ഭയങ്കര ഗ്രാജുവൽ ആയിട്ടാണ് തുടങ്ങിയത്, പക്ഷെ അത് ഡിറ്റക്ട് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തു എന്ന് മാത്രം. ഓൾ ഓഫ് എ സഡൻ നമുക്ക് ഒരുപാട് മുടി ഊരിപ്പോവല്ല, അത് മെല്ലെ മെല്ലെ കുറച്ച് പോയി. പിന്നെ എനിക്കൊരു ലാസ്റ്റ് ഞാൻ ഈ ഡോക്ടറിനെ കാണിക്കുന്ന ആ ഒരു സമയം, അതിന് തൊട്ട് മുന്നേ വരെ എനിക്ക് ഇങ്ങനെ ബഞ്ചായിട്ടായിരുന്നു മുടി ഊരിപ്പോവുക. നമ്മൾ മുടി ചീന്തുമ്പോഴായിക്കോട്ടെ, നമ്മൾ മുടി കുളിക്കുമ്പോഴായിക്കോട്ടെ, നമ്മൾ എണ്ണ തേക്കുമ്പോഴായിക്കോട്ടെ, ജസ്റ്റ് ഒന്ന് മുടിയിലൊന്ന് തൊട്ടാൽ മതി, അതിങ്ങനെ ഊരി വരും. അപ്പം ആദ്യമൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് മുടിയുള്ള കാരണം ഒബ്വിയസ്ലി നമ്മൾ അത്ര ബോധറാവില്ല, അതിനെക്കുറിച്ച് അത്ര കൺസേൺ ഉണ്ടായിരുന്നില്ല എനിക്ക്, ടു ബി ഫ്രാങ്ക്. ആ സമയത്ത് ക്ലാസ്സും കാര്യങ്ങളും പഠിത്തമൊക്കെ ആയത് കാരണം പിന്നെ ആഫ്റ്റർ ആൻ എക്സ്റ്റെൻഡ് ഇതെന്താ പറയുക, ഭയങ്കരമായിട്ട് നമ്മളെ മെൻ്റലി ഇമോഷണലി ഒക്കെ ഒന്ന് കുലുക്കാൻ തുടങ്ങി. കാരണം അത്രയ്ക്ക് നമ്മൾ ജസ്റ്റ് ഒരു കുഞ്ഞൊരു ഇത്രയ്ക്കൊരു മുടി എടുത്താൽ പോലും ഇതിന്ന് ഇത്ര പോകും. അപ്പം ഞാൻ ആദ്യം അമ്മയോടൊക്കെ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, നീ എണ്ണ തേച്ച് കുളിച്ച് നോക്കുക, അത് ശരിയാവും എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാനാണെങ്കിൽ എണ്ണയൊക്കെ ഇട്ട് കുളിക്കും. എണ്ണ ഇട്ടാലും ഇതാണ് അവസ്ഥ. എണ്ണ ഇട്ടിട്ട് നമ്മൾ എണ്ണ മസാജ് ചെയ്ത് കൊടുക്കുമ്പോഴും ഇത് ഊരി വരും, കുളിക്കുമ്പോഴും ഇത് ഊരി വരും. പിന്നെ ഷാമ്പു യൂസിംഗ് ഒക്കെ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. ഇത് ഡെയിലി മുടി ഇങ്ങനെ പോകാന്നല്ലാണ്ട് വേറെ ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചു ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ. നമ്മളിവിടെ മൈസൂരിൽ തന്നെ ആയിരുന്നു, ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനാണ് കൺസൾട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ ഡോക്ടറിനോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഡോക്ടറിൻ്റെ മുടിയൊക്കെ ഒന്ന് എക്സാമിൻ ചെയ്തിട്ട് 2 ടെസ്റ്റിന് എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സ് ഈ ഡോക്ടറെ കാണിക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ പറയുന്നുണ്ടായിരുന്നു, ലൈക്ക് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു എന്തോ വൈറ്റമിൻ ഡി കുറവിൻ്റെ ആണെന്ന് എനിക്കൊരു ഇതിങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ എനിക്ക് 2 ടെസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു, ഫെറിറ്റിൻ ആൻഡ് വൈറ്റമിൻ D3 ടെസ്റ്റ്. ഇത് രണ്ടും ചെയ്തിട്ട് വരൂ, നമുക്ക് റിപ്പോർട്ട് കണ്ടിട്ട് ബാക്കി മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യാമെന്ന് പറഞ്ഞു. ഫെറിറ്റിൻ എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് ബേസിക്കലി ബ്ലഡ് പ്രോട്ടീൻ ദാറ്റ് കണ്ടെയ്ൻസ് അയൺ. സോ ഈ ടെസ്റ്റ് ഈസ് ബേസിക്കലി ഡൺ ടു ഡിറ്റർമൈൻ ദി amount of iron in our body. സോ ലോസ് ഓഫ് അയൺ ആണെങ്കിൽ നമുക്ക് നോർമൽ റേഞ്ചിൽ നിന്ന് കുറവാണ് നമ്മുടെ ഫെറിറ്റിൻ ലെവലെങ്കിൽ ഒബ്വിയസ്ലി വി ആർ ഹാവിങ് അയൺ ഡെഫിഷ്യൻസി അനീമിയ. അപ്പം അതിൻ്റെ സിംറ്റംസ് എന്താണെന്ന് വെച്ചാൽ ലോസ് ഓഫ് ബോൺ ഡെൻസിറ്റി ആയിരിക്കും. നമ്മുടെ ബോൺസ് ഭയങ്കര സോഫ്റ്റ് ആൻഡ് ബെൻഡ് ആകും. അപ്പോൾ അത് ബോൺ റിലേറ്റഡ് ഇഷ്യൂസ് ഒക്കെ നമുക്ക് വരും. സോ ബേസിക്കലി ഇത് ഫെറിറ്റിൻ ലെവൽ ലോ ആവുന്നത് സംടൈംസ് നമ്മുടെ ബോഡിക്ക് ഇനഫ് എമൗണ്ട് ഓഫ് അയൺ നമ്മുടെ ഫുഡ്സിന് അബ്സോർബ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അങ്ങനെ വേരിയസ് റീസൺസ് ഉണ്ടാവും. സോ എൻ്റെ അടുത്ത് ആ ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ടെസ്റ്റ് ഫെറിറ്റിൻ ലെവൽ വാസ് നോർമൽ. ഫെറിറ്റിൻ്റെ വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. നോർമൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് എനിക്ക് അടിപൊളി ഫെറിറ്റിൻ ലെവൽ ഉണ്ടെന്നല്ല, പക്ഷേ ഓക്കെ ആയിരുന്നു. ഞാൻ എന്തായാലും എൻ്റെ റിപ്പോർട്ടിൻ്റെ ഇമേജ് ഇവിടെ അല്ലെങ്കിൽ ഇവിടെ കൊടുക്കാം കേട്ടോ. പിന്നെയാണ് നമ്മുടെ വൈറ്റമിൻ D3 ടെസ്റ്റ്. സോ വൈറ്റമിൻ D3ൻ്റെ റിസൾട്ട് കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി ഗൈസ്. കാരണം ഇത്രയും ഞാൻ പറഞ്ഞില്ലേ, ഡിറ്റക്ട് ചെയ്യാൻ ഞാൻ കുറച്ച് ലേറ്റ് ആയി, ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ ഞാൻ കുറച്ച് ലേറ്റ് ആയി. അതായിരുന്നു എനിക്ക് ഏറ്റവും പറ്റിയ വലിയ മിസ്റ്റേക്ക്. സോ എൻ്റെ വൈറ്റമിൻ D3ൻ്റെ ലെവൽ വന്നിട്ട് ലെസ് ദാൻ 20 mg/ml ആണെങ്കിൽ നമ്മൾ ഡെഫിഷ്യൻ്റ് ആയിരിക്കും. പിന്നെ 20 to 29 ആണെങ്കിൽ ഇൻസഫിഷ്യൻ്റ് ആണ്, 30 to 100 ആണെങ്കിൽ സഫിഷ്യൻ്റ് ആണ്. ഓക്കെ, സോ എൻ്റെ ലെവൽ വന്നിട്ട് 10.8 ആയിരുന്നു, അതായത് ഡെഫിഷ്യൻ്റ് ആണ്. ലെസ് ദാൻ 20 ആണ് എനിക്കുള്ളത്. 10.8 ഭയങ്കര കുറവായിരുന്നു എൻ്റെ വൈറ്റമിൻ D3 ലെവൽ. സോ ദാറ്റ് വാസ് ദ മെയിൻ റീസൺ ഫോർ മൈ ഹെയർ ഫോൾ. അപ്പോൾ ഡോക്ടർ കണ്ടുകൊണ്ടേ പറഞ്ഞു ഭയങ്കര കുറവാണ് വൈറ്റമിൻ D3. അപ്പം മെയിൻലി എനിക്കിത് കുറവാവാൻ കാരണം കോവിഡ് സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, കോവിഡ് സമയത്താണ് എനിക്ക് ഇഷ്യൂ തുടങ്ങിയതെന്ന്. അതായത് നമ്മൾ കംപ്ലീറ്റ്ലി വീട്ടിൽ തന്നെ ആയിരുന്നു, വീട്ടിൽ അടച്ചിരിക്കുക, നമ്മൾ പുറത്ത് എങ്ങോട്ടും പോകുന്നില്ല. ആ സമയത്ത് നമുക്ക് സൺലൈറ്റ് ആണ് മെയിൻ സോഴ്സ് ഓഫ് വൈറ്റമിൻ ഡി. അറിയാത്തവർക്ക് പറഞ്ഞാൽ ഒബ്വിയസ്ലി എല്ലാവർക്കും അറിയായിരിക്കും. അപ്പം എനിക്ക് സൺലൈറ്റ് ഒന്നും കൊള്ളാൻ പറ്റുന്നുണ്ടായില്ല. നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഓർത്ത് നോക്കും, 1.5 കൊല്ലത്തോളം നമ്മൾ വീട്ടിൽ തന്നെ ആയിരുന്നു. അപ്പം അതിലാണ് എൻ്റെ കംപ്ലീറ്റ് ആയിട്ട് എന്താ പറയുക വൈറ്റമിൻ D3 കുറയാനും എൻ്റെ ഹെയറിൻ്റെ ഒരു ടെക്സ്ചർ ആൻഡ് തിക്നെസ് എല്ലാം മാറിയത് മെയിൻ റീസൺ എന്ന് പറയുന്നത് വീട്ടിലിരുന്നുകൊണ്ടാണ്. സോ എൻ്റെ മുടി കൊഴിച്ചിലെ മെയിൻ വില്ലൻ വൈറ്റമിൻ D3 ആണ് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. അങ്ങനെ ഡോക്ടർ എനിക്ക് ആദ്യം തന്നെ വൈറ്റമിൻ D റൈസ് 6000 യൂണിറ്റിൻ്റെ വൈറ്റമിൻ സപ്ലിമെൻറ്റ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. വൺസ് ഇൻ എ വീക്ക് ഫോർ 2 months ആയിരുന്നു കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ഒരുപാട് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് സൺലൈറ്റിൽ കൂടെ അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസിൽ കൂടെ വേണ്ട റിക്വയർഡ് എമൗണ്ട് ഓഫ് വൈറ്റമിൻ നമ്മുടെ ബോഡിക്ക് കൊടുക്കാൻ പറ്റില്ല, ഒരുപാട് കുറവായത് കാരണം. അത് കാരണം തന്നെ 6000 യൂണിറ്റ്സിൻ്റെ സപ്ലിമെൻറ്റ് അലോങ് വിത്ത് ദാറ്റ് എനിക്ക് ഹെയർ സെറം തന്നിട്ടുണ്ടായിരുന്നു, ബ്രിൻ ടോപ്പ് ഡിവ എന്ന് പറഞ്ഞിട്ട്. പിന്നെ കെരാൽഗോ ഇവ എന്ന് പറഞ്ഞിട്ട് ദീസ് ആർ കെരാൽഗോ ഇവ എന്നൊക്കെ പറയുന്നത് ദീസ് ആർ ജസ്റ്റ് സപ്ലിമെന്റ്സ് ഫോർ യുവർ ഹെയർ നറിഷ്മെന്റ്. So Keralgo ഇവയിൽ ബേസിക്കലി ബയോട്ടിൻ, അമൈനോ ആസിഡ്സ്, ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്ട്, ഗ്രീൻ ടീ എക്സ്ട്രാക്ട് ഒക്കെയാണ് അതിലുള്ളത്. സോ ദീസ് ആർ ജസ്റ്റ് ടു പ്രൊവൈഡ് എ സപ്പോർട്ട് യുവർ ഹെയർ. അത്രയേ ഉള്ളൂ. ഒരുപാട് എന്താ പറയുക മുടി ഈ എന്താ പറയുക സപ്ലിമെന്റ്സ് കഴിച്ച കാരണം മുടി
മുടി വളരെയൊന്നുമില്ല. ബേസിക്കലി നമുക്ക് വേണ്ടത് ഇതിൽ ഡി-റൈസ് ക്യാപ്സ്യൂൾ ആയിരുന്നു. സോ ക്യാപ്സ്യൂൾ ഞാനത് ഡോക്ടർ പറഞ്ഞ പോലെ എടുത്തിട്ട് 2 മന്ത്സിന് ശേഷം ഡോക്ടറെ എഗെയിൻ വന്ന് മീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2 മന്ത്സ് കറക്റ്റായിട്ട് ഇതെല്ലാം ഫോളോ ചെയ്തു. പക്ഷേ എൻ്റെ ഹെയർ ഫോളിൽ എനിക്ക് പറയത്തക്ക ഡിഫറൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. മേ ബി ഒരു 5% ഹെയർ ഫോൾ കുറഞ്ഞിട്ടുണ്ടാവുമെന്ന് പറയാം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് സെക്കൻഡ് വിസിറ്റിന് പോയപ്പം ഡോക്ടർ എനിക്ക് ടാബ്ലറ്റ് ഡി-റൈസ് 6000 യൂണിറ്റ് തന്നെ ആയിരുന്നു. അത് വൺസ് ഇൻ 7 days എന്നുള്ളതിന് വൺസ് ഇൻ 10 days ആക്കി ഫോർ 2 months എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാ മെഡിസിൻസും സെയിം ആയിരുന്നു. പക്ഷേ കെറാൾഗോ ഇവാന്നുള്ള ഹെയർ സപ്ലിമെന്റ് മാറ്റിയിട്ട് ടാബ്ലറ്റ് റിനോഷിയ തന്നു. എഗെയിൻ ഇതെല്ലാം ഹെയർ സപ്ലിമെന്റ് ആണ് ഫോർ ഹെയർ നറിഷ്മെന്റ്, ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് കൊടുക്കാൻ. പ്രത്യേകിച്ച് അത് ഗ്രോത്തിനൊന്നും പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഇതിലും എല്ലാം മിനറൽസ് ആൻഡ് വൈറ്റമിൻ എക്സ്ട്രാക്ട്സ്, ബയോട്ടിൻ എല്ലാം ആണ് ഉള്ളത്. നിങ്ങൾക്ക് അത് ഗൂഗിളിൽ കഴിഞ്ഞാൽ അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാവും. സോ അതിനൊപ്പം എനിക്ക് ഷാംപൂ ഡോക്ടർ യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഹെയർ ഫോർ യു ഷാംപൂ എന്ന് പറഞ്ഞിട്ടാണ് ഒരു ഷാംപൂ ആയിരുന്നു. അതേ ഷാംപൂവിന്റെ തന്നെ കണ്ടീഷണറും യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ സെക്കൻഡ് സീറ്റിങ്ങും കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു 2 months കഴിഞ്ഞിട്ട് എഗെയിൻ വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ സെക്കൻഡ് വിസിറ്റിൽ എനിക്ക് ഇതൊക്കെ യൂസ് ചെയ്തപ്പം എനിക്ക് ചെറുതായിട്ടൊരു ഡിഫറൻസ് എന്തൊക്കെയാണ് തോന്നിയെന്ന് വെച്ചാൽ എനിക്ക് ചെറുതായിട്ട് ഹെയർ ഫോൾ എനിക്ക് റൂട്ടിൽ നിന്ന് വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ടായിരുന്നു. പക്ഷേ എഗെയിൻ ഹെയർ തിക്നെസ് ഒന്നും വന്നിട്ടില്ല. അത് കുറച്ച് ടൈം എടുക്കും ഒബ്വിയസ്ലി, കാരണം നമുക്ക് ഒരു 1.5 year ആയിട്ട് മുടി കൊഴിഞ്ഞു പോയിരുന്നു. അപ്പോൾ അത്രയും സമയം ഡബിൾ ദ എമൗണ്ട് ഓഫ് ടൈം വേണ്ടി വരും ഹെയർ റീഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ തേർഡ് വിസിറ്റ് പോയപ്പോൾ ഡോക്ടർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇസ് ദർ എനി ഡിഫറൻസ് ഇൻ യുവർ ഹെയർ ഫോൾ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒബ്വിയസ്ലി എനിക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ട്, അതെനിക്ക് വിസിബിൾ ആണ്. പക്ഷേ ഹെയർ ഫോൾ ഉണ്ട്, പക്ഷെ പണ്ടത്തെ അത്രയില്ല. ബഞ്ചായിട്ട് പോകുന്നത്, ബഞ്ചിന്റെ ക്വാണ്ടിറ്റി കുറച്ച് കുറഞ്ഞ് ചെറിയ ബഞ്ചായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഡോക്ടർ ചിരിച്ചിട്ട് പറഞ്ഞു ഇറ്റ് വിൽ ടേക്ക് ടൈം, കാരണം ടൈം എടുത്തിട്ടാണ് ഈ ഹെയർ മൊത്തം പോയത്. അപ്പോൾ അതിന്റെ ഡബിൾ ദ ടൈം എടുക്കും ഇത് ഗ്രോ ചെയ്തിട്ട് ലെങ്ത്തിൽ വരാൻ വേണ്ടിയിട്ട്. സോ ദ തേർഡ് വിസിറ്റിന് എനിക്ക് തന്ന മെഡിക്കേഷൻസ് ഫോർ ടാബ്ലറ്റ് ഡി-റൈസിന്റെ ഫ്രീക്വൻസി കുറച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് നമ്മൾ പോയപ്പോൾ ഭയങ്കര ക്രിട്ടിക്കൽ ആയിട്ട് നമ്മൾ പോയ സമയത്ത് വൺസ് ഇൻ 7 days or 2 months ആയിരുന്നു എടുക്കാൻ പറഞ്ഞത്. തേർഡ് വിസിറ്റിന് പോയപ്പോൾ വൺസ് ഇൻ എ മന്ത് ഫോർ 2 months എടുത്താൽ മതി പറഞ്ഞായിരുന്നു. ആൻഡ് ഹെയർ സപ്ലിമെന്റ് മാറ്റിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫസ്റ്റ് തന്ന ഹെയർ സപ്ലിമെന്റ് വാസ് കെറാൾഗോ ഇവ, സെക്കൻഡ് വാസ് റിനോഷിയ, തേർഡ് തന്നത് അഗെയിൻ പ്ലസ് ആണ്. റെസ്റ്റ് ഓഫ് ദ മെഡിക്കേഷൻസ് ആർ സെയിം. ആൻഡ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നൗ യു ക്യാൻ കം ആഫ്റ്റർ 6 months ഇഫ് ഇറ്റ് ഈസ് വെരി നെസസറി ആണെങ്കിൽ മാത്രം വന്നാൽ മതി, കാരണം ഇത്രയും നമ്മൾ സപ്ലിമെന്റ്സ് എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ വൈറ്റമിൻ D3ന്റെ ലെവലും പ്രോപ്പർ ആയിട്ടുണ്ട്. സോ ഇനി നമ്മൾ നല്ല രീതിയിൽ സൺലൈറ്റ് ഒക്കെ കൊണ്ടിട്ട് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ആയിക്കോട്ടെ, എഗ് യോഗ, ചീസ്, അങ്ങനെ മീറ്റ്, സാൽമൺ, ട്യൂണ, ക്യാൻഡ് ഫിഷ് ഒക്കെ ദേ ആർ റിച്ച് ഇൻ വൈറ്റമിൻ D. സോ അതെല്ലാം എടുത്തിട്ട് നമ്മൾ നല്ല രീതിയിൽ ഇനി ഫുഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതി, അത് ഗ്രോ ചെയ്തോളെന്നാണ് പറഞ്ഞത്. സോ ആഫ്റ്റർ ദാറ്റ് എനിക്കൊരു വിസിറ്റ് വേണ്ടി വന്നിട്ടില്ല. ഇപ്പോൾ ഹെയർ ഫോളിൽ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. പണ്ട് ഇങ്ങനെ ബഞ്ചായിട്ട് ഞാൻ ഫോട്ടോസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്, പക്ഷേ പിന്നെ ഞാനത് ഡിലീറ്റ് ചെയ്തു, കാരണം എനിക്ക് തന്നെ അത് കാണുമ്പോൾ എന്തോപോലെ ആയിരുന്നു. ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പലരും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂക്കും ഹെയർ ഫോൾ. പക്ഷേ ആരും ടെൻസ്ഡ് ആവണ്ട. എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഫസ്റ്റ് തന്നെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു ലാബിൽ പോയിട്ട് ഫെറിറ്റിൻ ആൻഡ് വൈറ്റമിൻ D3 ലെവൽസ് നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്യൂ. എന്നിട്ട് സ്വയം റിപ്പോർട്ട് ഒന്ന് എക്സാമിൻ ചെയ്യൂ. കുറവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഡോക്ടറിനെ പോയി കാണുക. ഡോക്ടർ വേണ്ട മെഡിക്കേഷൻസ് നിങ്ങൾക്ക് തരും. ദി ഏർലിയർ ദി ഡിറ്റക്ഷൻ ബെറ്റർ ദ ഫ്യൂച്ചർ എന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരുപാട് ഡിലേ ആയി കഴിഞ്ഞാൽ, ഒരുപാട് ബഞ്ച് ഓഫ് ഹെയർ പോയി കഴിഞ്ഞാൽ പിന്നെ വളരാൻ നല്ല സമയം എടുക്കും. അതിനേക്കാളും നല്ലത് ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾക്ക് അതൊരു തോന്നുന്നുണ്ട് എൻ്റെ ഹെയർ ഫോൾ ഇസ് നോട്ട് നോർമൽ എന്ന് തോന്നുകയാണെങ്കിൽ അപ്പം തന്നെ നമ്മൾ അതിന് വേണ്ട പ്രിക്കോഷൻസ് എടുക്കണം. ഒരു കാര്യം കൂടി ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. എനിക്ക് സിവിയർ ഹെയർ ഫോൾ ഉള്ള സമയത്ത് ഒരു ഡിസിനസ്, ഒരു തലചുറ്റലും ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അതെല്ലാം പോയി. സോ ഇത് നമ്മൾ വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ പല പല അസുഖത്തിലേക്ക് ഇത് മാറും. സോ ഇറ്റ്സ് ബെറ്റർ ടു കൺസൾട്ട് ഡോക്ടർ ആൻഡ് ടേക്ക് ദ റൈറ്റ് മെഡിക്കേഷൻസ്. അപ്പോൾ എല്ലാവരും എന്തെങ്കിലും ഇങ്ങനത്തെ ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഹെയർ ഫോൾ ഉണ്ടായിട്ടുണ്ട്, മേ ബി വൈറ്റമിൻ കുറവായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂ കൊണ്ടായിരിക്കും. സോ അങ്ങനെ വല്ലതുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യൂ, അപ്പം എനിക്കും അറിയാൻ പറ്റുമല്ലോ. So I guess today's video was pretty informative for people who are suffering from hair fall. നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലിയിൽ ആർക്കെങ്കിലും ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്യണം. അപ്പോൾ അവർക്ക് കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പോൾ ശരി ഗൈസ്, ഇപ്പം ഞാൻ പോവാണ്. വീണ്ടും ഞാൻ വരും കേട്ടോ, എന്റർടൈനിങ്, ഫണ്ണി, ഇൻഫോർമേറ്റീവ് വീഡിയോസ് എല്ലാം ആയിട്ട്. അപ്പോൾ ഇപ്പോഴത്തേക്ക് ബൈ.